കണ്ടോ മേയാൻ പോയിട്ട് കുഞ്ഞുങ്ങളെയൊക്കെ ആയിട്ട് വന്നാ കേട്ടോ. അതെ, രാവിലെ പോയി വയറൊക്കെ നിറച്ചിരിക്കുന്നില്ലേ. മഴ പെയ്തെന്ന് തോന്നേ. കാലിന് എന്താ കുഴപ്പം? അമ്മയുടെ അതേ ഷേപ്പാ മക്കളും. ഇനിയുണ്ട്. 4 പിള്ളേരാ കേട്ടോ. 2 കൂടെ പോയി, 2 പുറകെ വരുന്നുള്ളൂ. പേടിച്ച് നിൽക്കുക കേട്ടോ. നല്ല മഴയായിരുന്നു തോന്നല്ലേ, നനഞ്ഞിരിക്കുന്നത്. അത് കുഞ്ഞിയെ നോക്കുന്നുണ്ട്. കുഞ്ഞിയെ കണ്ടോ തിരിച്ചോടി. ഈ വന്നു നിൽക്കുന്ന സ്ഥലം ഏതാണെന്നറിയാവോ? അറിയത്തില്ല. മൂന്നാറാണ്. ഇത് നമ്മൾ കാറ്റാടിക്കവല എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന വഴിയാണ്. കാറ്റാടിക്കവല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഗമണ്ണിൽ നിന്ന് കാറ്റാടിക്കവല വഴി വന്ന് നമുക്ക് ഈ ഏലപ്പാറ കട്ടപ്പന റൂട്ടിലേക്ക് ഇറങ്ങാം. അപ്പോൾ നമ്മൾ വന്നപ്പോൾ കട്ടപ്പനയിൽ നിന്ന് വന്ന് ഏറുംപടം എന്ന് പറഞ്ഞൊരു ബസ് സ്റ്റേഷനുണ്ട്, ഏറുംപടം. അവിടുന്ന് നമ്മൾ റൈറ്റ് വലത്ത് തിരിഞ്ഞ് കയറി കാറ്റാടിക്കവല റൂട്ടിലാണ് ഇപ്പോൾ പോകുന്നത്. നമുക്ക് വാഗമണ്ണ് വരെയുള്ള വഴിയൊക്കെ ഒന്ന് കണ്ടുപോയാലോ? പോയേക്കാം, വാഗമണ്ണിന് പോയേക്കാം. എന്നാ പിന്നെ വാഗമണ്ണിലോട്ട് പോയേക്കാം. ചെറിയ മഴനാട്ടിലൊക്കെ ഉണ്ട്. മഴയുണ്ട്. എന്നാ പോയേക്കാം. പോയേക്കാം. വാഗമണ്ണിൽ പോയി ഒരു ചായ കുടിക്കാം. അതാണ് നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം. ഈ വഴിയെ നമ്മൾ ഇന്നാളെ രാത്രിയിൽ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട് കേട്ടോ. ഇതിനെങ്ങനെയാ കാറ്റാടിക്കവല എന്ന പേര് വന്നെന്ന് മനസ്സിലായോ? ഒത്തിരി കാറ്റാടി മരങ്ങളും മൊത്തം കാറ്റാടി മരവാ. ഈ തേയിലക്കകത്തൂടെ അങ്ങോട്ട് പോകുന്ന വഴി എല്ലാം കാറ്റാടിയാന്ന് തോന്നുന്നു അല്ലേ? കണ്ടോ, ഫുള്ള് കാറ്റാടി മരത്തെ കൂടെ കുരുമുളക് കൂടി കയറ്റി വിട്ടിട്ടുണ്ട്. അതുകൊണ്ട് 2 ആദായമല്ലേ. അതെ, കാറ്റാടി പിന്നെ മുറിക്കാറാകുമ്പോ അത് മുറിക്കുകയും ചെയ്യാം, അത്രയും നാളും കുരുമുളകും കിട്ടും, തേയിലയും പറിക്കാം. കൊടിയെല്ലാം കുറെ പോയി, കൊടി ഒത്തിരി നശിച്ചു പോയത്. അത് നിപ്പുണ്ട്, കവുങ്ങ് നിപ്പുണ്ട് അതിനിടെ കൂടെ. ചെറിയ വഴിയാണ്, അധികം വലിയ തിരക്കുകളൊന്നും ഇല്ലല്ലേ. ഈ ലോക്കൽ അവിടെ ഒരു അമ്പലമൊക്കെ ആണോ? ഇത് എസ്റ്റേറ്റ് അല്ലല്ലേ? ഇത് എസ്റ്റേറ്റ് അല്ല, ഏലമുണ്ട്. ഇപ്പൊ എല്ലായിടത്തും ഏലം വെക്കുമല്ലേ. ഇടുക്കിയിലെ മൊത്തം ഏലമായി. അതെ, കായ എടുക്കാൻ ആളുമില്ല. ഇവിടെ എല്ലായിടത്തും തേയിലയാ കാണുന്നത്. ഇപ്പൊ വന്ന് ഇനിയിപ്പോ ഈ തേയിലക്കാടല്ല ഏലക്കാടായി മാറും. അതാകുമ്പം പിന്നെ കുറെ ക്വാണ്ടിറ്റി കിട്ടാനാകുമ്പോ വില കുറയും. മാർക്കറ്റിൽ സാധനം കൂടുതലാണെങ്കിൽ വില കുറയും, മാർക്കറ്റിൽ സാധനം കുറവാണെങ്കിൽ വില കൂടും. അങ്ങനെ നമ്മൾ കാറ്റാടിക്കവലയായി കേട്ടോ. ഇതാണ് കാറ്റാടിക്കവല എന്ന് പറഞ്ഞ സ്ഥലം. ഇതുണ്ടോ, ഇവിടെ കണ്ടോ കാറ്റാടി നിൽക്കുന്നുണ്ടോ? ഇതാണ് വലിയ 2 കാറ്റാടി ഉണ്ട്. കാറ്റാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ മരത്തിന്റെ പേരാ ഞാൻ പറഞ്ഞത്. ഇതാണ് കാറ്റാടിക്കവല. കണ്ടോ കണ്ടോ ആ വണ്ടി, ആ ബോർഡേ കണ്ടോ എഴുതിയേക്കുന്നുണ്ടോ കാറ്റാടിക്കവല എന്ന്? കണ്ടോ, ഇതിന് വലത്തോട്ട് പോയി കഴിഞ്ഞാൽ ഉപ്പുതറയ്ക്ക് പോകും. നമ്മൾ ലെഫ്റ്റ് പോകുന്നത് വാഗമണ്ണ് റൂട്ടിലേക്ക്. അതിലെ പോയാൽ അപ്പുറത്തുനിന്ന് വേറെ വഴി തിരിയുന്നുണ്ട്. ആ സ്ഥലത്തിന്റെ പേര് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഓടിയല്ലേ. കവല എന്ന് പറയുന്നത് സ്ഥലമേ ചീന്തലാർ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ, തൊട്ടടുത്താണ്. അതായത് എല്ലാം കൂടെ ഒരു 100-200 മീറ്റർ വ്യത്യാസമേ ഉള്ളൂ. ചീന്തലാർ ജംഗ്ഷനിൽ നിന്നാണ് കാറ്റാടിക്കവലയിലേക്ക് ചെല്ലുന്നത്. ഇച്ചിരി അപ്പുറത്താണ്. എല്ലാം ചെറിയ ചെറിയ ഗ്രാമങ്ങളാണ്, ഗ്രാമപ്രദേശങ്ങളാണ്. ഇടുക്കിയുടെ ചെറിയ ചെറിയ ഗ്രാമങ്ങളാണ് ചീന്തലാറ്, കാറ്റാടിക്കവല, വളകോട്, ഉപ്പുതറ. വേറെ ഇപ്പം നല്ല ഒരുമാതിരി ടൗണായി. എല്ലാം കണ്ടോ, നല്ല തേയിലത്തോട്ടങ്ങളായിരുന്നു. ഇവിടുന്നുള്ള തടികളല്ല, ഇതെല്ലാം പെരുമ്പാവൂര് പോകാനുള്ള ലോഡുകളാണ് കേട്ടോ. ഇവിടുന്നുള്ള തടികളൊക്കെ മുറിച്ച് ഇത് കാറ്റാടി കൊണ്ട് പാഴ്ത്തടികളല്ല. ഇറങ്ങി ചെല്ലുന്ന വഴിയാണല്ലോ, ഈ ഇറങ്ങി ചെല്ലുന്ന വഴി നമ്മൾ കട്ടപ്പന ഏലപ്പാറ റൂട്ടിൽ നിന്ന് 4-ാം മൈൽ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഈ 4-ാം മൈൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് തിരിഞ്ഞ് വാഗമണിലേക്ക് വരുന്ന ഒരു റോഡുണ്ട്. ആ റോഡ് വന്ന് ചേരുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ ഈ വഴി ഇറങ്ങി ചെല്ലുന്നത്. 4-ാം മൈലിൽ നിന്ന് വരുന്ന വഴിയും ഈ വഴിയും കൂടെ ഒരു സ്ഥലത്ത് തന്നെയാണ് ജോയിൻ്റ് ആകുന്നത്. അതിലേ നമുക്ക് വരാം മെയിൻ റോഡേ വന്നാൽ. പക്ഷേ അതിലേ വന്നാൽ
വഴി കംപ്ലീറ്റ് ഭയങ്കര മോശമായിട്ട് കിടക്കാം, പണിതുകൊണ്ടിരിക്കുന്നുള്ളൂ. വർഷങ്ങളായിട്ട് ഇത് വഴി കുഴപ്പമില്ലല്ലോ, ഇത് നല്ല ഇത് വഴി. കുഴപ്പമില്ല, ഇത് നല്ല വഴിയാണ്. അതായത് ഇതിലേ കയറി പോകുന്നത്. ഇത് നല്ല വഴിയാണ്. ഇതാ ഉപ്പുതറ അടുക്കാറാകുമ്പോഴേ ഉള്ളൂ കുറച്ച് വഴി മോശം. ഇവിടെ നമ്മൾ തിരിച്ചു പോവുകയാണെങ്കിൽ ഇപ്പോൾ ഉപ്പുതറ റോഡേ പോവുകയാണെങ്കിൽ ആ, അവിടെ അടുക്കാറാകുമ്പോൾ കുറച്ചുകൂടെ വഴി മോശമുണ്ട്. ഈ വഴി കുഴപ്പമില്ല, നല്ല വഴിയാണ്, വലിയ തിരക്കുമില്ല, നല്ല സീനറി ഒക്കെയാണ്, കണ്ടുപോകാനും പറ്റിയ സ്ഥലങ്ങളാണ്. കണ്ടോ, നേരെ പോയാൽ ഏലപ്പാറ വാഗമണ്ണൊക്കെ പോവാം, ലെഫ്റ്റ് പോയാൽ കട്ടപ്പന റോഡിലോട്ടും പോവാം. ഇതാണ് ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ ഇതിലേ ഇഷ്ടംപോലെ ഇതിലെ വന്നിട്ടുണ്ട്. വന്നിട്ടുണ്ട്. ആ താഴത്തെ വഴിയാണ് വന്നേക്കുന്നത്. ആ വഴി കണ്ടോ, അത് മോശമാണ്. കണ്ടോ ആ വഴി കണ്ടോ, അത് ഭയങ്കര മോശം വഴിയാണ്. അതിലെ വന്നാൽ വഴി മോശമായതുകൊണ്ടാണ് നമ്മൾ ഇതിലെ വന്നത്. അങ്ങനെ നമ്മൾ കൊച്ചു കരിന്തരുവി എന്ന് പറഞ്ഞ സ്ഥലം വന്നു കേട്ടോ. ഈ കരിന്തരുവി മെയിൻ റോഡിലുണ്ട്. ഇത് നമ്മൾ വാഗമൺ റൂട്ടിലാണ് കൊച്ചു കരിന്തരുവി. നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഈ വഴിക്കൂടെ വരാൻ നല്ല രസമാണ്. മറ്റേ ചില സമയത്ത് നല്ല മഞ്ഞൊക്കെയാണ്, മുകളിലൊക്കെ ഭയങ്കര പാറയൊക്കെ കാണാം. ഈ വഴി നേരെ പോകുന്നുണ്ടല്ലോ, നേരെ പോകുന്ന ഏലപ്പാറ റോഡാണ്. നമുക്ക് റൈറ്റ് കയറി പോകണം വാഗമണ്ണിന്. വാഗമണ്ണ്, മൊട്ടക്കുന്ന് എല്ലാം വലത്തോട്ട്. ഈ വഴി ഈ വഴിയൊക്കെ നീ ഇഷ്ടം പോലെ വന്നിട്ടുള്ളതാ, പക്ഷെ കൂടുതലും രാത്രിയിലാണ് വന്നേക്കുന്നതെന്ന്. അതിന്റെ ഓർമ്മയാ. നമ്മളിവിടുന്ന് വാഗമണിലേക്ക് പോകുന്ന വഴിയേ ആ മേളുവശം കണ്ടോ, അവിടെ കണ്ടോ, ആ ഭാഗം കംപ്ലീറ്റ് ആ മലയുടെ മേളുവഴി മുഴുവൻ റിസോർട്ടുകളാണ്. കണ്ടോ, അടിപൊളി റിസോർട്ടുകളാണ് അവിടെ. നല്ല രസമുണ്ടല്ലേ. അവിടെ നിന്ന് കഴിഞ്ഞാൽ ഇങ്ങോട്ടെല്ലാം നല്ല വ്യൂ ആയിരിക്കും ഈ ഭാഗമൊക്കെ. വഴിക്ക് ചെമ്മണ്ണ് കൊച്ചു കരിന്തരുവിയുള്ള ഒരു പള്ളിയൊക്കെയാണ്. നല്ല രസമുണ്ട് അവിടെ കാണാൻ. ഈ വഴിയുള്ളതിലൊരു നല്ല കയറ്റവും ഒരു വളവും കൂടെ കേട്ടോ ഇവിടെ. നമ്മൾ വാഗമണ്ണ് വഴി തൊടുപുഴയ്ക്കൊക്കെ പോവല്ലേ, ആ വഴിയിൽ ഇതുപോലൊരു വളവില്ലേ, ഇങ്ങനെ തന്നെ വഴി പുള്ളിക്കാനം വഴി പോകുന്ന വഴിയല്ലേ, മറ്റേ ഏതാണ് കാഞ്ഞാറ് വഴി. അത് തന്നെ, കാഞ്ഞാറ് പുള്ളിക്കാനം വഴി പോകുന്ന വഴി. ആ വഴി ഭയങ്കര ഡേഞ്ചർ വഴിയാ. ഇതുപോലെ തന്നെ ഒരു വളവല്ലേ. ഇതങ്ങോട്ട് കേറി മേളിൽ ചെല്ലുമ്പോ ഉണ്ടല്ലോ നല്ല രസമാണ്. റിസോർട്ടുകൾ ഒത്തിരി എങ്ങനെയുണ്ട് മലയുടെ മേലെ കൂടെ. നമ്മള് രാത്രി വരുമ്പോ ആ റിസോർട്ടിന്റെ എല്ലാ ലൈറ്റ് മാത്രമേ കാണത്തുള്ളൂ. അതെ അതെ അതെ. ഇതിപ്പോ മേളിൽ ടോപ്പ് കയറി ചെല്ലുമ്പോ ഉണ്ടല്ലോ അവിടെ പാലൊഴുകുംപാറ എന്ന് പറഞ്ഞൊരു സ്ഥലം. ഞാനത് ചോദിക്കാൻ തുടങ്ങി. പാലൊഴുകുംപാറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ വെള്ളം ഒഴുകുന്ന നല്ല പതഞ്ഞ് പാലൊഴുകുന്ന പോലെ. അപ്പം ദൂരെ നിന്ന് കാണുമ്പം അതുപോലെ തന്നെ പാലൊഴുകുന്ന പോലെ തന്നെ. അതുകൊണ്ടാണ് അവിടെ പാലൊഴുകുംപാറ എന്ന് പേര് വന്നത്. ഇപ്പൊ കാണുമായിരിക്കും, സമയമാണ്. വെള്ളം കാണും. ഇവിടെ എല്ലാം റിസോർട്ടുകളായി. ഇതുണ്ടോ, മേൽവശത്തെല്ലാം ഇഷ്ടംപോലെ റിസോർട്ടുകളായി. നീ കയറി ചെല്ലുന്നത് ഇനി അങ്ങോട്ട് നോക്കി കഴിയുമ്പോൾ പൈൻ വാലി കാണാം. അവിടെ ചെന്ന് നമുക്ക് നിർത്താവേ. പൈൻ വാലിയൊക്കെ അടിപൊളിയാണ് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ. ഞാനും വാഗമണ്ണ് കണ്ടില്ലെന്ന് പറയില്ല കേട്ടോ. അതെ, ഇതുണ്ടോ കാണുന്നതെന്ന് പറഞ്ഞ പോലെ അക്കരയൊക്കെ ഉണ്ടോ, നല്ല അടിപൊളി. ഇത് പോകുന്ന വഴിയെല്ലാം കാണിച്ചില്ലേ പോകുന്നേ. കേട്ടോ, അവിടെ എല്ലാം മൊത്തം റിസോർട്ടുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ആ അക്കര കാണുന്നുണ്ടോ, അത് മുഴുവൻ പൈൻ മരങ്ങളാണ്. എല്ലാ പൈൻ പക്ഷെ നമ്മളെ പൈൻമര കാടിനകത്ത് എന്ന് കഴിയുമ്പോ ഇത്രയും ഏരിയ ഉണ്ടെന്ന് അറിയത്തേ ഇല്ലല്ലോ. അതില്ല, അതെങ്ങനെ താഴേക്ക് കിടക്കുമല്ലോ ഇഷ്ടം പോലെ. എന്തേറെ ഏരിയ നോക്കിയേ. പൈൻമരം കാണാൻ അത് പോകുന്ന വഴിക്ക് കണ്ടു പോകാൻ നമുക്ക്. അതെ, ദേ നിൽക്കുന്നതാണ്. അതുണ്ട്, ചൂലുണ്ടാക്കുന്നത് അല്ലേ. അത് കണ്ടോ, ആ മലയുടെ നടുക്കായിട്ടൊരു ഇത് കണ്ടോ പണിത് വെച്ചേക്കുന്നത്. ഒരു വീടല്ലേ? വീടാന്ന് തോന്നുന്നു. വീടാണോ? വീടായിരിക്കും, വേറൊന്നും ഇല്ല മലയിലല്ലേ. അതാരേലും ഒളിച്ചു താമസിക്കാനായിട്ട് പണിതായിരിക്കും. അതെ, റോഡും ഉണ്ട്. കുഴപ്പമില്ല, നല്ല അടിപൊളി സീനാ അല്ലേ. ഈ തേയില ഞുള്ളാത്തത് പോലെ മൂത്തല നിൽക്കുന്നു. മൂത്തല അതിന്റെ മേലെ റിസോർട്ട്. ഈ റോഡെല്ലാം വളഞ്ഞു വളഞ്ഞ റോഡുകളാണ്. നമ്മൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് കുറേ ഇടം നല്ല തേയിലത്തോട്ടങ്ങളുണ്ട്. അത് മാത്രമല്ല, ഒരിടത്ത് ചെന്നാ ഏലം, ഒരിടത്ത് ചെന്നാ ഇത്. ഇങ്ങനെ പോയാലും കാടയെ കാണിക്കും. അതത്രേ ഉള്ളൂ. ഇടുക്കി ജില്ല മുഴുവൻ ഇങ്ങനെ. ഏലക്കാട്, തേയിലക്കാട്, കാപ്പിക്കാട്, വേറെ എന്നാ ഉള്ളത്? കുരുമുളക്. കുരുമുളക് എല്ലാം നല്ല ആദായമുള്ള സ്ഥലങ്ങളും പിന്നെ മെയിനായിട്ട് ടൂറിസവും. അതാണ് ഇടുക്കി ജില്ലയുടെ പ്രത്യേകത. എത്ര ഉണ്ടാലും ഇവിടെയൊക്കെ
നോർമലായിട്ട് കാണുന്നതിലും മഞ്ഞുള്ളപ്പോ കാണുന്നതിന്റെ ഒരു ഫീല്. മഞ്ഞുള്ളപ്പോൾ നല്ല അടിപൊളിയാ അല്ലേ? ആ വാഗമണ്ണ് മൊട്ടക്കുന്നാകാറായി കേട്ടോ. ഈ മൊട്ടക്കുന്നിന് അടുക്കം തോറും എനിക്ക് തോന്നുന്നത് അവധി ദിവസവും കൂടെ ആയതുകൊണ്ടേ നല്ല തിരക്കായിരിക്കും തോന്നുന്നു കേട്ടോ. ഇന്നും നാളെയൊക്കെ നല്ല തിരക്കായിരിക്കും. നമുക്ക് ഒരു ദിവസം വാഗമണ്ണായിട്ട് തന്നെ വരണേ. വാഗമണ്ണ് തന്നെ വാഗമണ്ണ് തന്നെ കറങ്ങാൻ. വാഗമണ്ണിൽ വന്നിട്ട് ഇവിടെ കറങ്ങി നടക്കാനാണോ? വാഗമണ്ണ് ഒരു ദിവസം ഫുള്ള് കാണാനുണ്ട്. പൈൻ വാലി ഉണ്ട്, തങ്ങളുപാറയുണ്ട്, പിന്നെ അതുപോലെ തന്നെ കുരിശുമലയുണ്ട്, മുരുകമ്മലയുണ്ട്. ഇതുണ്ടല്ലോ അഡ്വഞ്ചർ പാർക്കും. അഡ്വഞ്ചർ പാർക്കിൽ പോയിട്ട് അമ്മ മറ്റേ നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിൽ ഒന്ന് കയറ്റി മറ്റേ ഇതില്ലേ നമ്മുടെ പാരാഗ്ലൈഡിങ്ങും ഒക്കെ ചെയ്യിച്ച് കൊണ്ടുപോകായിരുന്നു അല്ലേ? നമ്മള് ചായ കുടിക്കാൻ പോകുന്ന അമ്മേ നമുക്ക് പാരാഗ്ലൈഡിങ് ഒക്കെ ചെയ്യണോ? പിന്നെ ഞാൻ എന്തേലും തയ്യാറായിട്ടിരിക്കുക. ആണോ? പാരാഗ്ലൈഡിംഗ് അത് എനിക്ക് പണ്ടേ ഉള്ള ആഗ്രഹമാണ്. ആണോ? ഇടയ്ക്ക് ഒരു ദിവസം വരാം. എവിടെയും ചെന്ന് ചാടും. അതുകൊണ്ട് ആ വാഗമണ്ണ് മൊട്ടക്കുന്ന് കണ്ടോ? മൊട്ടക്കുന്ന് നല്ല ഇഷ്ടം പോലെ ആളുണ്ട്. കുറച്ച് ആളുണ്ട്. അതുപോലെ തന്നെ നല്ല തിരക്കുവാണ്. പിള്ളേരെയൊക്കെ കൊണ്ടുവന്ന് സ്കൂളിൽ നിന്നുള്ള ടൂറാന്ന് തോന്നുന്നു കേട്ടോ. കുഞ്ഞു പിള്ളേരാട്ടോ. അവർക്ക് ഇത് എന്നാന്ന് പോലും അറിയില്ല. ആണോ? കുഞ്ഞു പിള്ളേര് നല്ല തിരക്കാ. ഇഷ്ടം പോലെ വണ്ടിയുണ്ട്. ബ്ലോക്കായി കണ്ടോ? ഉള്ള ബസ്സുകളും എല്ലാം കൂടെ വന്നോണ്ടേ എല്ലാരും വന്ന് അവിടെ ആ എൻട്രൻസ് വരുന്നത് മൊട്ടക്കുന്നിലേക്കുള്ള അവിടെ ആളെ ഇറക്കിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഫുൾ ബ്ലോക്ക് ആയിട്ട് നിൽക്കുക. ഇവിടെ പാർക്കിംഗ് ഗ്രൗണ്ട് ആയിട്ടില്ലല്ലേ? പാർക്കിംഗ് ഗ്രൗണ്ട് ആയിട്ട് ചെറിയ ഗ്രൗണ്ടേ ഉള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നല്ലൊരു പാർക്കിംഗ് ഗ്രൗണ്ട് വേണ്ടതാ. അതുപോലെ തിരക്കല്ലേ ഈ അവധി ദിവസങ്ങളിലേ. ശരിക്കും ഇതിപ്പോ ഇവിടെ നമ്മൾ ഇനി മിനിമം ഒരു മണിക്കൂർ എടുക്കും നമ്മൾ ഈരാറ്റുപേട്ട റോഡിലോട്ടൊന്ന് കയറാനായിട്ട്. കാരണം ഇത് അങ്ങ് വരെ ബ്ലോക്ക് ആയിരിക്കും. വലിയ ബസ് രണ്ടെണ്ണം വന്നു കഴിയുമ്പോഴേ ബ്ലോക്കായി. ഈ വൈറ്റ് സൈഡ് വഴി കുതിര നിൽക്കുന്നു. അത് കൊള്ളാലോ, ഒരു കറുത്ത കുതിര. കുതിര സവാരി ഉണ്ട് കേട്ടോ. അതാ ഈ സൈഡ് വഴിയുള്ള കടകളെല്ലാം ഉണ്ടല്ലോ. വൈകുന്നേരം ആകുമ്പോഴത്തേക്കിനും ആളെല്ലാം പോയി കഴിയുമ്പോൾ ഇത് മൊത്തം ക്ലോസ് ചെയ്ത് എല്ലാവരും വീട്ടിൽ പോകും. ആരും കാവൽക്കാരൊന്നുമില്ല. അതാണ്. ചോക്ലേറ്റ് ഇതിനൊന്നും ബന്ധവസൊന്നുമില്ല. ചുമ്മാ പടുതാ കൊണ്ട് തന്നെ മൂടിയിട്ടിട്ട് പോവാ. എന്തേരാ തിരക്കുണ്ടോ? ആൾക്കാർ ഇഷ്ടം പോലെ നിൽക്കുന്നത്. ആ എൻട്രൻസിന്റെ അവിടെ ഭയങ്കര തിരക്കാ, ക്യൂവാ. ആളിങ്ങനെ വന്നോണ്ടിരിക്കല്ലേ. അതുണ്ടോ അത് അക്കരെ കാണുന്ന കണ്ടോ? അതാണ് തങ്ങളുപാറ. അപ്പൊ അതിന്റെ മേളിലാണ് ടാറ്റ ഹാരിയറിന്റെ ഒരു വണ്ടി ഓടിച്ചു കയറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പരസ്യമൊക്കെ ഇല്ലായിരുന്നു? ഹാരിയർ EV. അതന്നെ. ഇത് കണ്ടോ, ഇവിടെ താഴേക്കുണ്ടോ ഫുള്ള് റിസോർട്ടുകളാണ്. ഇനി നമ്മൾ ഇറങ്ങി പോകുന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടുന്ന് വാഗമണ്ണ് നിന്ന് നമ്മൾ ഈരാറ്റുപേട്ടേക്കുള്ള റോഡാണ് പോകുന്നത് കേട്ടോ. നമ്മൾ ഒരു തവണ തങ്ങളുപാറയുടെ മേലെ കേറിയിട്ടുണ്ട്. കുറച്ച് പോയിട്ട് നമ്മൾ തിരിച്ചു പോയി. അന്ന് ഭയങ്കര വെയിലായിരുന്നു. ഇനിയിപ്പോ നമുക്ക് താഴോട്ടുള്ള വഴിയൊന്ന് നോക്കി പോവാം. ഈരാറ്റുപേട്ട റോഡാണ്. നമ്മൾ അവിടുന്ന് ബ്ലോക്ക് എല്ലാം കഴിഞ്ഞെങ്കിൽ വന്നു. ഇവിടെ ഒന്നും ബ്ലോക്ക് ഒന്നും ഇല്ല. ചിലപ്പോ താഴോട്ട് ചെല്ലുമ്പോ എങ്ങനെയാണെന്ന് അറിയത്തില്ല കേട്ടോ. ഇഷ്ടം പോലെ ബസ്സുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് അവിടെ ഒരു ബസ് ആ വളവ് തിരിയാതെ റിവേഴ്സ് എടുത്തൊക്കെയാ തിരിക്കുന്നത്. അത് നല്ല വളവാണ്. അതെ. എല്ലാരും കൂവിച്ചാണോ? ഈ വണ്ടിയെന്ന് ആ വണ്ടിയിലോട്ട് കൂവുന്നു. കൊള്ളാല്ലേ, നല്ല വളമായിരുന്നു. നമുക്ക് ഏതായാലും ഒരു ചായ കുടിച്ചിട്ട് പോവാ അല്ലേ? ഞാൻ ഇത്രയും നാള് നമ്മൾ ഇതിലൂടെ പോകുമ്പോ എല്ലാവേ ഇങ്ങോട്ട് നോക്കുമായിരുന്നു. പക്ഷെ ഇതുവരെ ഇവിടെ കേറാൻ പറ്റിയിട്ടില്ല. ചായ കുടിച്ചിട്ട് പോവാ അല്ലേ? അതെ. ഏതുണ്ടോ ഇതിനപ്പുറത്തോട്ട് കണ്ടോ? ആ വഴി കണ്ടോ? അവിടെ കണ്ടോ? നല്ല ഏതാണ്ട് വമ്പൻ റിസോർട്ടിനുള്ള പരിപാടികളാണ്. ഫുള്ള് പണിയെല്ലാം നടന്നുകൊണ്ടിരിക്കുക. ആ ഭാവം ഇവിടെ ഏതായാലും പാർക്കിങ്ങിനുള്ള ഇടയുണ്ട് കേട്ടോ. അവിടെ ഇഷ്ടം പോലെ ഇടയുണ്ട്. വാഗമണ്ണാണോ? വാഗമണ്ണായില്ല, ആകുന്നുള്ളൂ. വാഗമണ്ണിന് മുമ്പുള്ള ഒരു റെസ്റ്റോറന്റ്. നല്ല തിരക്കുണ്ടല്ലേ? തിരക്കുണ്ട്. കുഞ്ഞെ അതിനെ മേളിൽ കയറ്റി വേണം. കുഞ്ഞെ കുതിരവണ്ടിയെ കയറ്റാന്ന് പറയുന്നത് കേറണ്ട. വണ്ടിക്കാരൻ അടിയല്ലടാ. കയറിക്കോ, നല്ല രസമാണ്. കയറി ഇരുന്നോളാ. ഒരു കുതിരയും കൂടെ വേണം അവിടുന്ന് വാങ്ങിച്ചോണ്ട് നമ്മളെ കണ്ടതിന്. നല്ല രസമുണ്ടല്ലേ? പഴയ കുതിരവണ്ടി പോലെ തന്നെ. അതിന് തന്നെ ആയിരുന്നു തോന്നുന്നു. റെസ്റ്റോറന്റിന്റെ അകം കണ്ടോ? അകത്ത് നല്ല രസമുണ്ട് കാണാനായിട്ട്.
കുഞ്ഞി ഈ ഹോട്ടലിൻ്റെ മുതലാളിക്ക് ഒരു പ്രത്യേകത ഉണ്ട്, എന്നാണെന്നറിയാമോ? കണ്ടോ, പുള്ളി എപ്പോഴും കാറിനകത്തിരുന്നോണ്ട് പൈസ വാങ്ങിക്കുന്നതെല്ലാം കാറിനകത്തിരുന്ന കണ്ടോ. എങ്ങനെയുണ്ട്? കൊള്ളാല്ലേ? നല്ല അടിപൊളി റെസ്റ്റോറൻ്റ് അല്ലേ? നമുക്ക് ഇവിടുന്ന് ഒരു ചായ, കോഫി അല്ലേ പറഞ്ഞേക്കുന്നത്, കോഫി കുടിച്ചിട്ട് പോവാം. എങ്ങനെയുണ്ട് ചായ? എങ്ങനെയുണ്ട് ചായ? അല്ല കോഫി, നല്ല കാപ്പി. നല്ല കോഫി. ടീയൊക്കെ നല്ല അടിപൊളിയല്ലായിരുന്നു? നല്ല കാപ്പിയായിരുന്നു. അപ്പോൾ നമുക്ക് എന്നാ ഇനി നേരെ ഈരാറ്റുപേട്ടയ്ക്ക് പോവാം അല്ലേ? ഇവിടെ സ്പൈസസിന്റെ കടയാണ്, ഷോപ്പുണ്ട് കേട്ടോ. തേയില, ചോക്ലേറ്റ്. നമ്മൾ വാഗമൺ ടൗണിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ ഇത്. വാഗമൺ ടൗണ് പോവുകയല്ല, നമ്മൾ വാഗമൺ ടൗണിന് മുന്നേ നിന്ന് തിരിഞ്ഞ് ലെഫ്റ്റ് തിരിഞ്ഞ് ഈരാറ്റുപേട്ട റോഡിലോട്ട് കയറുക. ഈ ഒരു വളവ് 2-3 വളവൊക്കെ അങ്ങ് ചെയ്യുമ്പോഴത്തേക്കിനും നമ്മൾ തിരിയാനുള്ള സ്ഥലമാകും. തിരക്കുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇവിടെ എന്തെല്ലാമോ പരിപാടികൾ നടക്കുന്നുണ്ട്. ഈ അഡ്വഞ്ചർ പാർക്ക് നല്ല തിരക്കാണ്. എവിടെയാ? അഡ്വഞ്ചർ പാർക്ക് നമ്മൾ മുട്ടക്കുന്നില്ലേ, അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ അപ്പുറത്തോട്ട് പോകണം. വഴി വാഗമൺ ടൗണ്, തൊടുപുഴയൊക്കെ പോകും. നമുക്ക് ലെഫ്റ്റ് തിരിഞ്ഞ് ഈരാറ്റുപേട്ട പോകും. ഈ വഴി അതായത് നല്ല ഇറക്കമാണ്, പക്ഷെ നല്ല തിരക്കും ഉണ്ടെന്ന് തോന്നുന്നു ഈ സമയത്തെ. എല്ലാവരും വന്ന് അവധിയൊക്കെ ആയതുകൊണ്ട് എല്ലാവരും വന്നൊക്കെ തിരിച്ച് പോവുകയും വരികയൊക്കെ ചെയ്യുന്ന സമയമാണ്. തിരക്ക് കൂടുതലല്ലേ? വൈകുന്നേരം തോന്നുന്നു തിരക്ക്. വൈകുന്നേരമാണ് തിരക്ക് കൂടുതൽ. എല്ലാവരും തിരിച്ചിറങ്ങി പോകുന്ന ഒരു ടൈമൊക്കെ ഉണ്ട്. വാഗമണ് നമ്മൾ ഈരാറ്റുപേട്ട റൂട്ടിൽ വരുമ്പോൾ ഇവിടെ ഒരു ഫോറസ്റ്റിന്റെ ഒരു ചെക്ക് പോസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. രാത്രിയൊക്കെ വരുമ്പോൾ വണ്ടിയൊക്കെ ചെക്ക് ചെയ്യും. പകലൊന്നും വലിയ കാര്യമായ ചെക്കിംഗ് ഒന്നുമില്ല, എപ്പോഴും ആള് കാണും, പക്ഷെ നല്ല തിരക്കാണ്. നമ്മൾ ഇന്നിപ്പം വന്നത് കൊണ്ടോ മുന്നെല്ലാം വണ്ടികൾ പൊക്കോണ്ടിരിക്കുക. നമ്മൾ ഇറങ്ങി വലിയ വണ്ടി ബസ്സുകളുള്ളതുകൊണ്ടേ ഇവിടുന്നുണ്ടല്ലോ ലെഫ്റ്റ് പോകുന്ന ഒരു വഴിയുണ്ട്. ആ ലെഫ്റ്റ് തിരിയുന്ന ആ ബസ് കണ്ടോ, ബസ്സൊക്കെ കിടക്കുന്ന സ്ഥലം കണ്ടോ? ആ വഴിയാണ് വാഗമൺ കുരിശുമല, മുരുകൻമല. അവിടെ ഫുള്ള് ബ്ലോക്ക് ആയിട്ട് നിൽക്കുക. ഇതിനകത്ത് പിന്നെ ഒരു ഗ്രൗണ്ട് ഒക്കെ ഉണ്ട്. അവിടെ പാർക്കിങ്ങിനൊക്കെ സ്ഥലമുണ്ട്. ഈ ഭാഗം മുതലുണ്ടല്ലോ താഴെ ഈരാറ്റുപേട്ട അതാണ്ട് തീക്കോയി വരെ ഇറക്കമാണ്. ഇവിടെ മുതൽ നല്ല അടിപൊളി സീനറി ഉള്ള സ്ഥലങ്ങളാണ് കേട്ടോ. സെറ്റ് വ്യൂ ആ മൊത്തം, നല്ല രസമാണ്. ഒരു സൈഡ് മുഴുവൻ പാറ ഇടിച്ച് പൊട്ടിച്ചിട്ടാണ് വഴി പണിതേക്കുന്നത്. ഇടത്തെ സൈഡ് കംപ്ലീറ്റ് അങ്ങനെ. താഴേക്ക് ചെല്ലും തോറും നല്ല അടിപൊളി വ്യൂ ആ. കണ്ടോ, ഇവിടെ കണ്ടോ, നല്ല അടിപൊളി വ്യൂ അല്ലേ? മഞ്ഞ് കേറി സ്വർഗം പോലായി. അതെ 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 അതെ. ഈ സൈഡ് മൊത്തം ഒരു സൈഡ് പാറ വെട്ടി ഉണ്ടാക്കുന്ന വഴി, താഴെ നല്ല അതിഭയങ്കരമായ കൊക്കയാണ്. അതുകൊണ്ട് ആ കൊക്കയെന്ന് മഞ്ഞ് താഴേന്ന് കേറി കേറി ആ മലയുടെ പകുതി കണ്ടോ, കുറെ ഭാഗം മണ്ട വരെ എത്തി. കണ്ടോ, കേറി കേറി കണ്ടോ, ആ മല മൂടുന്ന കണ്ടോ മഞ്ഞുകൊണ്ട്. ഇനിയിപ്പോ അന്നേരം പിന്നെ നമുക്ക് തിരിച്ചറിയത്തില്ലല്ലോ. അടിപൊളിയല്ലേ? നല്ല രസം കേറി വരുന്നുണ്ടോ. അതാണ് താഴെ കൊണ്ട് നിർത്തി കാണാനുള്ള ഒരു സ്ഥലമുണ്ട്. അവിടെ ചെല്ലുമ്പോൾ നല്ല അടിപൊളിയായിട്ട് കാണാം. ആൾക്കാരെല്ലാം വഴിയെല്ലാം നിർത്തി ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, 2 മിനിറ്റ് കൊണ്ട് ആ മല ഫുള്ള് മൂടി. കണ്ടോ, അപ്പൊ താഴെ മഴ പെയ്തിട്ടുണ്ട്. അതായത് മഴ പെയ്തുകൊണ്ടാണ് മഞ്ഞ് ഇതുപോലെ കയറി വരുന്നത്. അതാ പറഞ്ഞ. പിന്നെ അവിടെ ചെല്ലും തോറും കാഴ്ചകളെല്ലാം കുറഞ്ഞു വരും, വിസിബിലിറ്റി കുറയും. നല്ല രസമാണ്. ഈ പാറയൊക്കെ പണ്ട് കാലത്ത് നേരെ മെനക്കെട്ട് പൊട്ടിച്ചിട്ടായിരിക്കും അല്ലേ ഇങ്ങനെ ഒരു വഴിയൊക്കെ ഉണ്ടാക്കി. പാറയുടെ നടുക്കൂടിയാ ശരിക്കും റോഡല്ലേ? അതെ അതെ. ഇത് ഈ കഴിഞ്ഞ പ്രാവശ്യം പിന്നെ ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി പണിത വഴിയാണ് കേട്ടോ. അവരായിരുന്നു ഇതിന്റെ കോൺട്രാക്ട്. അതിനൊക്കെ ഒത്തിരി ആൾക്കാർ ഇങ്ങനെ മന്ത്രിയൊക്കെ അതും ഇതുമൊക്കെ പറഞ്ഞതൊക്കെയാണ്. അതുകൊണ്ട് ഒരു കരിമ്പുലി ചാടാൻ നിൽക്കുന്നുണ്ടോ? കണ്ടോ, മഞ്ഞായി ആൾക്കാരെല്ലാം. ഇപ്പൊ നമ്മളിവിടെ നിർത്തിയിട്ട് ഇറങ്ങി അപ്പുറ സൈഡ് എടുക്കുവാണെന്നുണ്ടെങ്കിൽ മഞ്ഞ് മാത്രമേ കാണത്തുള്ളൂ. അപ്പൊ ഒന്നും കാണത്തില്ലല്ലോ. നല്ല തിരക്കുണ്ട് കേട്ടോ. അവധി ആയതുകൊണ്ട് എപ്പോഴും ആളാ. അവധി ഇല്ലെങ്കിൽ അത്ര തിരക്കില്ല കേട്ടോ. പേട്ടയെന്നൊക്കെ ഇങ്ങോട്ട് കയറി വരാൻ ഇത്ര ദൂരമല്ലേ ഉള്ളൂ. അതെ അതെ അതെ. നല്ലതാണ്. ഇപ്പം വൈകിട്ടൊക്കെ ആണെങ്കിലും കയറി വന്നിട്ടേ ഇറങ്ങി പോകാം. ആണ്ടെ ഡാൻസ് കളിക്കുന്നുണ്ടോ? നല്ല രസമുണ്ട് കേട്ടോ. പിന്നല്ല ഇറങ്ങിട്ട് പോയാലോ കുഞ്ഞി?
നമ്മൾ പേട്ട ചെല്ലുമ്പോഴത്തേക്കിനുമേ ഉം. സന്ധ്യ ആകും കേട്ടോ. ആ വഴിയെല്ലാം നല്ല ട്രാഫിക്കും ഉണ്ടായിരുന്നു. അപ്പം ഉള്ള ട്രാഫിക്കിൽ നിന്നൊക്കെ ഒരു തരത്തിൽ നമ്മൾ ചാടി പോന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ട്രാഫിക്കൊന്നും കാണുകയില്ല. ഇനി വലിയ തിരക്ക് കാണുകയില്ല. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് പേട്ടയിൽ എത്തുകയാണെങ്കിൽ സന്ധ്യ ആകുന്നതിന് മുന്നേ പേട്ട ചെല്ലാം. ഇനിയിപ്പം നോക്കിയാലും ഒന്നും കാണത്തില്ല കേട്ടോ. അതാ പറഞ്ഞേ, എല്ലാം എല്ലാം കണ്ടു പോകണമെങ്കിൽ പകല് പോയാലേ നടക്കത്തുള്ളൂ. അതെ. കാപ്പ് കുടിക്കാൻ കയറിയോണ്ടോ കേട്ടോ സമയം പോയി. ആ അവിടെ എന്നെ സമയം പോയി. ഇനി 20 കിലോമീറ്റർ ഉണ്ട് ഈരാറ്റുപേട്ടയ്ക്ക് ഇവിടുന്ന്. എന്നാലും ഒത്തിരി നാളത്തെ ഒരു ആഗ്രഹം സാധിച്ചില്ലേ? അത് ശരിയാ, അവിടുന്ന് ഒരു കാപ്പി കുടിക്കണമെന്നല്ലേ. ആ എന്നാണ് നല്ല അടിപൊളി വ്യൂ ആ കേട്ടോ. ഓ അന്നപ്പോ താഴെ ഈരാറ്റുപേട്ടയൊക്കെ മഴ പെയ്തിട്ടുണ്ട്. മഴയായിരിക്കും അന്ന്. മഞ്ഞ് കയറിയത്. നമുക്ക് അവിടെ മഴയായിരുന്നല്ലോ, അതുകൊണ്ട് അതെ 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 അതെ. എല്ലായിടത്തും മഴയാണെന്ന് തോന്നുന്നു. ഈറ്റ പിക്കപ്പെ കൊണ്ടുപോകുന്നുണ്ട്. ഇത് എന്നത്തിനാണെന്നറിയാവോ? ഇനിയിപ്പോ ഈ പാർട്ടി സമ്മേളനങ്ങളും പാർട്ടി പരിപാടിയൊക്കെ നടക്കുമല്ലേ, മിക്കവാറും അതിനുള്ള ഈ പിന്നെ മറ്റേ കൊടികളൊക്കെ കെട്ടാനും ഒക്കെ ആയിട്ടായിരിക്കും തോന്നുന്നു. ഇവിടെ നിന്ന് താഴോട്ട് നോക്കി പേടിയാവോ? താഴെയെല്ലാം അതിഭയങ്കരമായ കുയ്യല്ലേ, കുയ്യി. പക്ഷേ ഇവിടുന്ന് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള മലയിലോട്ട് നോക്കിയേ, അപ്പൊ അത്രയും ഹൈറ്റിൽ കൂടാ നമ്മള് പൊക്കോണ്ടിരിക്കുന്നേ. അതെ. അപ്പൊ ഈ ഭാഗം നല്ല ഹൈറ്റാ. വണ്ടിക്കകത്തിരുന്ന് നോക്കിയാൽ ഇവിടുത്തെ സൈഡിലത്തെ പാറയുടെ മണ്ട കാണത്തില്ല. അതൊന്നും കാണത്തില്ല. വണ്ടി ഇടിച്ച് അല്ല ഈ വണ്ടി പോകാനായിട്ട് വഴി വെട്ടിയതിന്റെ അത് കാണത്തില്ല. അത് അത്ര ഹൈറ്റിൽ നിന്നല്ലേ വെട്ടി ഇറക്കിയേക്കുന്നത്. അകലെ ചെല്ലുമ്പോഴല്ലോ കാണത്തുള്ളൂ. അതെ അതെ അതെ. എന്നാൽ നമ്മൾ ഇത്രയും പ്രാവശ്യം വന്നിട്ട് നമുക്ക് പകൽ ഇതുപോലെ വന്ന് അല്ലേ, നമ്മൾ മിക്കവാറും വരുമ്പോൾ രാത്രിയായിരിക്കും. രാത്രിയാ അല്ലെങ്കിൽ മഞ്ഞായിരിക്കും. അതെ, അല്ലെ മഞ്ഞായിരിക്കും. ഇതാണ് കേട്ടോ തീക്കോയി പോകുന്ന വഴിക്കുള്ള വെള്ളികുളം എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടെ കേട്ടോ ലേലം സിനിമയ്ക്കകത്ത് സുരേഷ് ഗോപി വന്നിറങ്ങുന്ന ഒരു സീനൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് വെള്ളികുളം. നമ്മൾ ഇനി ഇറങ്ങി ചെല്ലുന്നത് തീക്കോയി. വണ്ടികളെല്ലാം ഇഷ്ടം പോലെ ഇറങ്ങി പോകുന്നുണ്ട്. സന്ധ്യ ആകാറുമായില്ലേ. വണ്ടി റാലി പോലെയാണല്ലോ ഇത്. അതെ അതെ. ഇതിനാണോ റാലി എന്ന് പറയുന്നത്? ബസ് മുന്നിലുണ്ട്, അതുകൊണ്ടാണ് എല്ലാം ബ്ലോക്കായി പോകുന്നത്. ബസ് ഇല്ലെങ്കിൽ ചെറുവണ്ടികളെല്ലാം പെട്ടെന്ന് ഓടിപ്പോകും. അതെ, നല്ല തിരക്കായി വഴിയിൽ. ഇവിടെ ഇട്ട് ലോഡ് കയറ്റുന്നുണ്ടോ? നല്ല ലോഡാ കേട്ടോ, റബ്ബർ ലോഡാ, റബ്ബർ തടി. റബ്ബറുണ്ട് ഇവിടെ എല്ലാം റബ്ബർ തോട്ടം അല്ലേ. ശരി, ഇവിടെ എന്നാ വലിയ മലയല്ലേ. പിന്നെ ഭയങ്കരമായ മലയല്ലേ തീക്കോയൊക്കെ. തീക്കോയൊക്കെ എല്ലാ സൈഡും മലയാ. തീക്കോയുടെ തീക്കോയുടെ ഒരു സൈഡൊക്കെയാണ് വരുന്നത് ഈ ഇല്ലിക്കക്കല്ലൊക്കെ വരികയല്ലേ. ഇല്ലിക്കക്കല്ല് ഒക്കെ വരുന്നത് തീക്കോയുടെ ഒരു സൈഡാ. ഇവിടെ നിന്നാ കാണാം ഈ ഇല്ലിക്കക്കല്ല് കേട്ടോ. അമ്മച്ചിയെ കൊണ്ടുപോയില്ലായിരുന്നു ഞങ്ങൾ പോയപ്പോ. ഇനി പോകുമ്പോൾ കൊണ്ടുപോകാം കേട്ടോ. അയ്യോ സമാധാനിപ്പിച്ചു. അങ്ങനെ നമ്മള് വാഗമണ്ണിന്ന് ഇറക്കമെല്ലാം ഇറങ്ങി നമ്മള് തീക്കോയി എടുക്കാറായി കേട്ടോ. തീക്കോയിയുടെ തൊട്ട് മുന്നേ വലത്തേക്ക് തിരിഞ്ഞു പോകുന്ന ഒരു വഴിയുണ്ട്. അതാണ് ഈ മാർമല അരുവി എന്നൊക്കെ പറഞ്ഞിട്ട് വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് ഇവിടെ. അങ്ങോട്ട് പോകുന്ന വഴിയാണ്. ഈ വലത്തോട്ടൊരു വഴി തിരിയുന്നത് കാണാം. ഇത് ഈ വളവങ്ങ് തിരിയുമ്പോൾ അതുകൊണ്ടോ വലത്തേക്കൊരു വഴി പോകുന്നതുണ്ടോ. ഇതാണ് മാർമല അരുവിക്ക് പോകുന്ന വഴിയാണ്. നേരെ ചെല്ലുന്നത് തീക്കോയി. ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും ചൂടായില്ലേ, തണുത്ത കാലാവസ്ഥയൊക്കെ മാറി ചൂടായി. അതുപോലെ തന്നെ റബ്ബർ മരങ്ങളായി. ഏലത്തോട്ടവും കുഞ്ഞു പറഞ്ഞ പോലെ ഏലവും കുരുമുളകും കാപ്പിയൊക്കെ പോയി, പകരം റബ്ബറായി. അങ്ങനെ നമ്മൾ തീക്കോയി ടൗൺ വരെ എത്തി കേട്ടോ. ഇപ്പോൾ സന്ധ്യയൊക്കെ ആകാറായി. നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.